നമസ്കാരം. നമ്മുടെ ചിഹ്നം ഇതാ നിലമ്പൂരിന്റെ മണ്ണിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലിറ്റ്മസ് ടെസ്റ്റായി മാറുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി ആരാണ് എന്നറിയാനുണ്ട്. ഒപ്പം NDA സ്ഥാനാർത്ഥി ആരാണ് എന്നും അറിയേണ്ടതുണ്ട്. NDA സ്ഥാനാർത്ഥി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി ഉണ്ടാകില്ലേ എന്ന് പോലുമുള്ള അഭ്യൂഹങ്ങൾ നിറയുമ്പോൾ എന്താകും നിലമ്പൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്? ഒരർത്ഥത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കേസായി നടത്താൻ കഴിയുന്ന ഒരു തരത്തിലുള്ള അഭിപ്രായ സർവേയാണ്. പിണറായി വിജയൻ സർക്കാരിന് ജനങ്ങൾ എത്ര മാർക്കിടുന്നു, പ്രതിപക്ഷത്തിന് എത്ര മാർക്കിടുന്നു, ഒരു പിണറായി 3.0 വരുമോ, അതോ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണോ? ഇതെല്ലാം അറിയാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം ഈ ദിവസം ഈ വൈകുന്നേരം നമ്മോടൊപ്പം ശ്രീ E. അഫ്സൽ CPM, ശ്രീ TP അഷ്റഫ് അലി മുസ്ലിം ലീഗ് UDF, ശ്രീ N. ശ്രീപ്രകാശ് BJP എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ E. അഫ്സൽ, എവിടെ സ്ഥാനാർത്ഥി? എവിടെ സ്ഥാനാർത്ഥി വരും? UDF സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥി നല്ല ജയിക്കാൻ കഴിയുന്ന പത്തരമാറ്റുള്ള സ്ഥാനാർത്ഥി LDF ദിവസങ്ങൾക്കുള്ളിൽ വരും. എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും? ഞങ്ങൾക്ക് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നേരത്തെ UDF ഉണ്ടായ പോലെ ജോയി വേണോ ഷൗക്കത്ത് വേണോ തമ്മിലടിയൊന്നും ഞങ്ങളുടെ പാർട്ടിക്കകത്തില്ല. മത്സരിക്കാൻ വേണ്ടി പാർലമെന്ററി രാഷ്ട്രീയത്തിന് വേണ്ടി തള്ളി നിൽക്കുന്ന ആളുകളില്ല. അതുകൊണ്ട് ഇവിടെ സാധാരണഗതിയിൽ കഴിഞ്ഞ ചാനൽ ചർച്ചയിലൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടുപേരെങ്കിലും ഉണ്ട്. CPM-നോട് ചോദിച്ചു, CPM പത്തരമാറ്റുള്ള സ്ഥാനാർത്ഥി വരും. LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി സർക്കാർ നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന് കൊടി കാൽക്കാൻ, അതിന്റെ കൊടിക്കൂറ ഉയരെ പാലിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന കരുത്തുള്ള സ്ഥാനാർത്ഥി 2 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കപ്പെടും. ആശങ്കപ്പെടണ്ട. ശരി, ശ്രീ TP അഷ്റഫ് അലി, ഇതിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ 3ാമത്തെ ദിവസമാണ്. UDF കൺവെൻഷൻ ഇന്ന് പ്രാഥമികമായി തുടങ്ങുന്നു. സ്ഥാനാർത്ഥിയായി, പക്ഷേ ഒട്ടലും ചീറ്റലും അവശേഷിക്കുകയാണ്. PV അൻവർ 2 ദിവസത്തെ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഇന്ന് മുസ്ലിം ലീഗ് ഒരു അനുനയ ചർച്ചയൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. വല്ലതും നടക്കുന്ന കേസാണോ? നിലമ്പൂരിൽ നിന്ന് ഒരു 5 ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി വളരെ സുസജ്ജമായി UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ള ആ ഒരു പാറ്റേൺ പിന്തുടർന്നുകൊണ്ട് സ്ഥാനാർത്ഥി വന്നു. ഇന്നിതാ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ്, KPC പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങി പ്രമുഖരായ ആളുകൾ പങ്കെടുക്കുന്ന UDF നേതൃയോഗം കഴിഞ്ഞു. ഞങ്ങൾ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഫീൽഡിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ജനവിരുദ്ധമായ, വികസന വിരുദ്ധമായ ആ ഭരണത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഫലനം ഇവിടെ ഉണ്ടാവും. ഇവിടെ അഫ്സൽ പറഞ്ഞു വികസനവും ക്ഷേമവും, രണ്ടിലും അട്ടർ ഫെയിലിയറാണ്. ദേശീയപാത ഇതാ കാസർഗോഡ് മുതൽ തുടങ്ങി തിരുവനന്തപുരം പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പശ എടുത്തുകൊണ്ട് മുഹമ്മദ് റിയാസ് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വികസനത്തിന്റെ ഒരു കാര്യം. മറ്റൊന്ന് ക്ഷേമപ്രവർത്തനം. ആശാ വർക്കർമാർക്ക് 1000 രൂപ കൊടുക്കാനില്ല. അവിടെയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട്, 100 കോടി ചിലവഴിച്ചുകൊണ്ട് ആഘോഷ മാമാങ്കം നടത്തുന്നത്. ഇത് കേരള ജനങ്ങൾ കാണുന്നുണ്ട്. അതൊന്ന്. 2, കേരളത്തിലെ ഒരു നിയോജക മണ്ഡലമായ ഈ നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷമായി ഇവിടെ അവർ വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ച ബൈപ്പാസ് ഇല്ല. ഇവിടെ അവർ ഗവൺമെന്റ് കോളേജിന് ഇതുവരെ സ്ഥലമെടുത്തിട്ടുള്ള കെട്ടിടമില്ല. ഇവിടുത്തെ KSRTC ഇതുവരെ ഒരു തരത്തിലുള്ള MLA അത്ര പോരായിരുന്നു, വളരെ മോശമായിരുന്നു. MLA ഇടതുപക്ഷ MLA മോശമായിരുന്നു പറയുന്നതിൽ UDF ഒരു മടിയുമില്ല. ഇടതുപക്ഷ MLA കഴിഞ്ഞ 9 വർഷമായി പരാജയമാണ്. KSRTC ടെർമിനൽ ഇവിടെ ഇതുവരെ പ്രായോഗികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് അവസാനിപ്പിച്ചിടത്തുനിന്ന് ഒന്നും സാധിക്കാത്തതുകൊണ്ടാണ് PV അൻവറിനെതിരെയുള്ള ജനവിധി കൂടിയായി മാറും. PV അൻവർ എന്ന MLA-ക്കെതിരെയുള്ള ജനവിധി ഒരു സംശയമില്ല. അതേസമയം ഒരു കാര്യം കൂടി പറയാനുണ്ട്. PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിലാണ് ഞങ്ങൾ PV അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതകൾ, ഇവിടുത്തെ വനം വന്യജീവി പ്രശ്നത്തിൽ ഈ സർക്കാർ ജനങ്ങളുടെ കൂടെ നിൽക്കാത്ത പ്രശ്നങ്ങൾ, കാര്യങ്ങൾ കൂടെയുള്ളത്. വികസനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 9 വർഷമായി ഇടതുപക്ഷം ഇവിടെ പരാജയമായിരുന്നു. ശരി, ശ്രീപ്രകാശ്, ഇപ്പോ NDA സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണ്, അപ്രസക്തമാണ്, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പാണ് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടോ? മത്സരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയല്ല. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഈ രാജ്യത്ത് ഉണ്ടായി എന്ന് ഈ രാജ്യത്ത് ജനങ്ങളോട് പറയേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അത് കൃത്യമായി പറഞ്ഞു എന്നാണ്. അതായത് PV അൻവർ എന്ന് പറയുന്ന ഒരാളുടെ, ഒരു വ്യക്തിയുടെ, പഴയ MLA-യുടെ
അദ്ദേഹത്തിൻ്റെ അധികാരമോഹത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതിനനുസരിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. BJP എന്ന് പറയുന്നത് ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞങ്ങളെ സഖ്യകക്ഷികളുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. ഇവിടെ BJP ആണോ മത്സരിക്കുക അല്ലെങ്കിൽ BDJS ആണോ മത്സരിക്കുക എന്നത് ചർച്ച ചെയ്ത് NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ജനങ്ങളുടെ പ്രതീക്ഷ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ വേണ്ടേ തീരുമാനിക്കട്ടെ, പാർട്ടി കൂടി തീരുമാനിച്ച് ആരാണ് സ്ഥാനാർത്ഥി, എങ്ങനെയാണ് സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് തീരുമാനിച്ച് നല്ലൊരു സ്ഥാനാർത്ഥി എന്തായാലും ഇവിടെ ഉണ്ടാകും. BJP ഞാൻ ഒരു ഒറ്റ ചോദ്യം കൂടി മറ്റൊരു കാര്യം പറയട്ടെ. ഇപ്പം UDFന്റെ പ്രതിനിധി പറഞ്ഞു അവർ MLAയുടെ MNA ഉയർത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കാണ് അവരുടെ പിന്തുണ, അല്ലാതെ MLAയുടെ പ്രവർത്തനങ്ങൾക്കല്ല എന്ന്. ഈ UDF ഇന്ന് നിലമ്പൂരിൽ കാണിക്കുന്നത് രണ്ട് തോണിയിൽ കാലിടുന്ന ഒരു പരിപാടിയാണ്. കാരണം അവർ വേണ്ട സമയത്ത് MLA ഉപയോഗിക്കുകയും വേണ്ടാത്ത സമയത്ത് PV അൻവറിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ UDF പറയുന്നത് UDF ഭരിക്കുന്ന കാലത്ത് PV അൻവർ വരുന്നതിന് മുൻപ്, PV അൻവറിന് മുൻപ് ഇവിടെ UDFന്റെ MLA ആയിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മന്ത്രി ഉണ്ടായിരുന്ന സ്ഥലമാണ്, ആര്യാടിന്റെ സ്വന്തം നാടാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ജനങ്ങൾക്ക് ഇപ്പൊ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ കോളേജിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ UDF ഭരിച്ചാലും UDF ജയിച്ചാലും UDF MLA വന്നാലും അല്ലെങ്കിൽ CPMന്റെ MLA വന്നാലും ഏത് MLA വന്നാലും ഈ പാവപ്പെട്ട നിലമ്പൂരിലെ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് വികസനമില്ല എന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട് സമ്പാദിക്കാൻ വേണ്ടി എനിക്ക് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്ന്. ആരും അങ്ങനെ പ്രതീക്ഷ എന്ന് പറയാറില്ല. ഇലക്ഷൻ ആണെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവണം. നോക്കൂ, ഈ BJPയുടെ വോട്ട് 12,000-ൽ നിന്ന് 8,000-ലേക്ക് 2021 താണു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രന് വേണ്ടി 17,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ NDA മത്സരിക്കുന്നില്ല. ഈ പറഞ്ഞ 17,500 വോട്ട് എങ്ങോട്ട് പോകും? NDA ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ഒരു വ്യക്തിയുടെ മറുകണ്ഠം ചാടലിന് വേണ്ടി ഉണ്ടാക്കിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം വരാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിൽ ഒരു വികസനം ഉണ്ടാക്കാൻ പോകുന്നില്ല. ചെറിയൊരു കാലയളവിൽ ഒരു MLA തെരഞ്ഞെടുക്കുക എന്നല്ലാതെ രാജ്യത്തിനോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്കോ നിലമ്പൂരിനോ ഒരു ഗുണവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രചരിപ്പിക്കാനാണ് BJP ഈ അവസരം ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കൾ ഇന്ന് രാത്രിയും നാളെയുമായി കൂടുന്നുണ്ട്. ഒരു നല്ല ഉത്തമനായിട്ടുള്ള BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാകും, അതിന് സംശയമില്ല. ശരി, അവിടെ അഫ്സൽ, അപ്പോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് പല ഉപതെരഞ്ഞെടുപ്പും നമ്മൾ കണ്ടു, അതിലെല്ലാം സിറ്റിംഗ് സീറ്റുകൾ LDFും UDFും ജയിക്കായിരുന്നു. ഇതിപ്പോ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. നിലമ്പൂർ LDFന്റെ മലപ്പുറം ജില്ലയിലെ സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നാണ്. സ്വന്തം സിറ്റിംഗ് സീറ്റിൽ പോൾ പൊസിഷനിൽ നിന്ന് മത്സരിക്കാൻ LDFന് കഴിയുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ അഫ്സലെ പിണറായി വിജയനെ ജനങ്ങൾ നെഗറ്റീവ് മാർക്കിട്ടതാണെന്ന് അങ്ങ് സമ്മതിക്കുമോ? പ്രിയപ്പെട്ട വിലാസ്, ചേലക്കര സിറ്റിംഗ് സീറ്റ് ഇടതുപക്ഷം വിജയിച്ചതുപോലെ തന്നെ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് മുമ്പിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പേ ആ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ച ജനങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ജീവിതാനുഭവം കൊണ്ട് സ്വന്തം കൺമുമ്പിൽ വികസനം കണ്ട നിലമ്പൂരിലെ ജനങ്ങൾ, ക്ഷേമം കണ്ട നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഇടതുപക്ഷ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വിജയിക്കും. ഇവിടെ നേരത്തെ ശ്രീ TP അഷ്റഫ് അലി പറഞ്ഞ കാര്യം, ദേശീയപാതയെക്കുറിച്ച് പറഞ്ഞു. അവസാനം ദേശീയപാത വികസനത്തിന് ഇടതുപക്ഷത്തിന് റോളുണ്ട് എന്ന് ഈ കൂടിയാട് സംഭവത്തിന്റെ ഭാഗമായി ലീഗിനും കോൺഗ്രസിനും സമ്മതിക്കേണ്ടി വന്നു. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ബോണസ് പോയിന്റ്. സമ്മതിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ NHലെ തകർച്ചയുടെ കാര്യം, ഇത് നമ്മളെല്ലാം EK നായനാർ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ ജനതയെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് എത്തിച്ചത് വെറുതെയല്ല. നിങ്ങൾ ഈ പറയുന്ന കള്ളങ്ങളെ കള്ളങ്ങളായും സത്യങ്ങളെ സത്യങ്ങളായും തിരിച്ചറിയാനുള്ള നല്ല സാക്ഷരത കേരളത്തിലെ ജനതയ്ക്ക് ഇടതുപക്ഷ സർക്കാർ സംഭാവന ചെയ്തിട്ടുണ്ട്. അവർ വിലയിരുത്തും NH-66 വിഷയം എന്താണ്, NH-66 സ്വപ്നത്തിന് വേണ്ടി എന്തെല്ലാം ഇടപെടലാണ് ഇടതുപക്ഷം നടത്തിയത്, ആ പ്രവർത്തനം നടത്തുന്നത് ആരുടെ നേതൃത്വത്തിലാണൊക്കെ ജനങ്ങൾ വിലയിരുത്തും, ജനങ്ങൾ മറുപടി നൽകുകയും ചെയ്യും. ഇവിടെ ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു, പറയാൻ ലേശം ഒരു നാണം വേണ്ടേ? ആശാവർക്കർമാർക്ക് 1000 രൂപ ഓണറേറിയം കൊടുത്ത് 1000 രൂപ മാത്രം കൊടുത്ത് പടിയിറങ്ങിപ്പോയവരാണ്. ക്ഷേമ പെൻഷൻ 18 മാസം കുടിശ്ശിക വെച്ചവരാണ്. ക്ഷേമ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ പഠിപ്പിക്കുന്നത് നല്ല കാര്യമാണ്.
7,000 രൂപ ആശാ വർക്കർമാർക്ക് ഓൺലൈൻ കൊടുക്കുന്ന ഏത് സർക്കാരുണ്ട്? നിങ്ങളൊന്ന് പറ, TPS പറ. കോൺഗ്രസ് ഭരിക്കുന്ന ഇവിടെ കൈപ്പത്തി ഇനത്തിലാണല്ലോ മത്സരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ഈ രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് 7,000 രൂപ ആശാ വർക്കർമാർക്ക് ഓൺലൈൻ ഉണ്ട്? പിന്നെ നിലമ്പൂരിലെ വികസനം 1800 കോടി രൂപയുടെ വികസനം കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഓരോ വിഭാഗം പറയാം. PV അൻവർ ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു. PV അൻവർ ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന കാലത്ത് ഇടതുപക്ഷ സർക്കാർ വഴി ഇവിടെ വികസനം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങൾക്കൊരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷെ ഇവിടെ PV അൻവർ ഇടതുപക്ഷത്തിരുന്ന കാലത്തെ സംബന്ധിച്ച് തള്ളിപ്പറഞ്ഞാൽ PV അൻവർ ഇടതുപക്ഷത്തുനിന്ന് തെറ്റിപ്പോയ സമയത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത്തരമൊരു ആക്ഷേപത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. വ്യക്തിപരമായ ആക്ഷേപത്തിലേക്ക് ഇടതുപക്ഷം പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ PV അൻവർ UDF സ്ഥാനാർത്ഥിയെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു 5-6 മാസം മുമ്പ് പറഞ്ഞതൊക്കെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നറിയാൻ എനിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇടതുപക്ഷത്തിനും അറിയാൻ ആഗ്രഹമുണ്ട്. ശരി, ആ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം അഷ്റഫ് അലി. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പോലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് PV അൻവർ പറഞ്ഞതിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് LDF പറയുമ്പോൾ അത് LDF-ന്റെ മാത്രം താല്പര്യമാണോ? ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചു PV അൻവറിനെ. ഒരു ദിവസം പുലഭ്യം പറയുക, പിറ്റേ ദിവസം ചായ കൊടുക്കുക എന്നുള്ളതാണോ UDF-ന്റെ ശൈലി? UDF-നെ സംബന്ധിച്ച് ഞങ്ങൾ അതൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. PV അൻവർ UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത് ഇന്നലെയും മിനിഞ്ഞാന്നുമാണെങ്കിൽ PV അൻവർ രാജിവെക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മരുമകനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. എന്തെല്ലാം വിധത്തിലുള്ള ആരോപണങ്ങളും അതിശക്തമായ തെളിവുകളും ഇവിടെ ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചു. മലപ്പുറം SP സുജിത് ദാസ് എങ്ങനെയാണ് രാജിവെച്ചത്? അത് അദ്ദേഹം പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നറിഞ്ഞുകൊണ്ട് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ കൊടുത്തില്ലേ? അപ്പോൾ PV അൻവർ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് ഇടതുപക്ഷത്തോടെ മറുപടി പറയേണ്ടതുണ്ട്. ഇവിടെ പറയുന്നു BJPക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന്. പാലക്കാട് തുടക്കമിട്ട CJP എന്ന മുന്നണിയുടെ 2ാം ഘട്ടം കാണാൻ പോകുന്നത് ഇവിടെ നിലമ്പൂരാണെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. ഇവിടെ BJP പറയുന്നു ഈ സീറ്റിൽ ഇനി ഒരു MLA ആവശ്യമുണ്ടോന്ന്. പാലക്കാട് 2 മാസം മുമ്പല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്, അവിടെ MLA ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോൾ ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇവിടെ പറയേണ്ട ഒരു കാര്യം, PV അൻവർ ഉയർത്തിയ വിഷയത്തിൽ BJPക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. മതേതര കേരളത്തിന്റെ സിംബലായിട്ടുള്ള തൃശ്ശൂർ പൂരത്തെ കുളമാക്കി കയ്യിൽ കൊടുത്ത് അവിടെ BJPക്ക് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള നിലമൊരുക്കി കൊടുത്തതിനെതിരെയാണ് PV അൻവർ ശക്തമായി രംഗത്ത് വന്നൊരു കാര്യം. ADGP MR അജിത് കുമാർ അതിനുവേണ്ടി ദത്താത്രേയ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്തി. ഡേറ്റ്, സ്ഥലം, സമയം എല്ലാം പറഞ്ഞു. BJPക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? അത് CPM-ഉം BJP-യും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമല്ലേ? ഇത്തരത്തിലുള്ള നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. MLA ആയ PV അൻവർ പരാജയമാണെങ്കിൽ MLA സ്ഥാനം ഒഴിഞ്ഞ് രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിയ PV അൻവറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കൂടെ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണെന്നറിയാം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള വ്യക്തി വത്സൻ തില്ലങ്കേരിയാണ് എന്നുള്ളത് ശബരിമല സീസൺ മുതൽ നമുക്ക് പരിചയമുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഇന്ത്യയിലെ ഏറ്റവും അധികം ക്രൈമുകൾ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ UPക്ക് താഴെ കേരളം എത്തിയിരിക്കെ സമ്പൂർണ്ണ പരാജയമായിട്ടുള്ള കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ UDF തത്വത്തിൽ അംഗീകരിക്കുന്നതാണ്. ആരോപണങ്ങളാണ് രാഷ്ട്രീയമായി ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് CJP എന്ന വിമർശനം അത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നും കോൺഗ്രസ് ജനതാ പാർട്ടി എന്നും മാറി മാറി ഉന്നയിക്കാറുണ്ട്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ ആരോപിച്ചു BJPക്ക് എന്തോ ഒരു സോഫ്റ്റ് കോർണർ LDF-നോടുണ്ട് എന്ന്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് വലിയ രൂക്ഷമായ ആരോപണമായിരുന്നു. അതുകൊണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ പല ആരോപണങ്ങളും വരും. PV അൻവറിന്റെ ആരോപണങ്ങൾക്കൊന്നും മണിക്കൂറുകൾ മാത്രമേ അതിനൊക്കെ വരികയുള്ളൂ. PV അൻവർ മാറ്റി മാറ്റി പറയുകയും സ്വന്തം കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയം മാറിക്കൊണ്ട്, പണ്ട് മുരളി ഗ്രൂപ്പിന്റെ സ്വന്തം ആളായിരുന്നു, കരുണാകരന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു PV അൻവർ. ആ കരുണാകരന്റെ ഏറ്റവും അടുത്തായ ആളായുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ പോയി സ്വതന്ത്രമായി മത്സരിച്ചു, ജയിച്ചു. മന്ത്രിയാവണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയാക്കാത്തത് കൊണ്ട് തിരിച്ച് UDF-ലേക്ക് ചേക്കാറാൻ നോക്കി. അക്കരെ പച്ച കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന, ചാടി കളിക്കുന്ന ഒരു കോമാളിയായിട്ട് ഈ പറയുന്ന PV അൻവർ മാറിയിരിക്കുന്നു. PV അൻവർ ഉയർത്തുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ വലിയ കാര്യമായി എടുക്കുന്നത്. PV അൻവർ അവരെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇന്നലെ PV അൻവർ എന്താണ് പറഞ്ഞത്? ഏറ്റവും മോശപ്പെട്ട സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് PV അൻവർ പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നു. അദ്ദേഹം മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്തൊന്നും ജോയിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വാദിക്കുന്നു. അങ്ങനെയുള്ള ആളെ കെട്ടിപ്പിടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എന്നിട്ട് പറയുന്നു ഇവിടെ അഞ്ചക്കത്തിൽ ഞങ്ങൾ ജയിക്കുമെന്നാണ് പറയുന്നത്. UDF-നും CPM-നുമാണ് യഥാർത്ഥത്തിൽ സഖ്യകക്ഷിയുള്ളത്. അവരാണ് ഇന്ന് ഇന്ത്യയിൽ ആകമാനം BJP-ക്കെതിരെ ഒറ്റ പാർട്ടിയെ നിലനിൽക്കുന്നത്. BJP-ക്കെതിരെ ഒരു കക്ഷിയായി, ഒരു സഖ്യകക്ഷിയായി, ഇന്ത്യ മുന്നണിയായി നിലനിൽക്കുന്നത് അവരാണ്. CPM-ഉം കോൺഗ്രസാണ്. BJP സംബന്ധിച്ച് BJP കേരളത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിന് വികസനമാണ്, കേരളത്തിന് പുരോഗമനമാണ്. കേരളത്തിൽ ഇപ്പൊ കരുവന്നൂർ കണ്ടില്ലേ, നിങ്ങൾ ED-യുടെ ചാർജ് കണ്ടില്ലേ? കരുവന്നൂർ പോലെയുള്ള കേരള മോഡലുകളാണ് CPM-ന് പറയാനുള്ളത്. അതിലും വലിയ അഴിമതിയുടെ കഥകളാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ രാജ്യത്തെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിൽ ഏറ്റവും കൂടുതൽ കടമുള്ള ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി മാറിയിരിക്കുന്നു. റോഡുകളില്ലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ കിട്ടേണ്ട കേന്ദ്ര ഫണ്ട് പോലും കൃത്യമായി വാങ്ങിയെടുക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഒരു പോയിന്റ് കൂടി. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇന്ത്യ രാജ്യത്ത് ആകമാനമുണ്ട്. ഇവരൊരു ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞാൽ, ഇന്ന് ഡൽഹിയിൽ പോയാൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയാൽ അവർ ഒരു സ്റ്റേജിൽ ഒന്നിച്ചിരുന്ന് ഷാളണിയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ LDF-ഉം കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ UDF-ഉം ഒരേ നാണയത്തിന്റെ ഒരു കള്ളനാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അതുകൊണ്ട് തന്നെ രണ്ടിനെയും എതിർക്കപ്പെടേണ്ടതാണ്. രണ്ടും ഈ രാജ്യത്തിന് വേണ്ടാത്ത രാഷ്ട്രീയ പാർട്ടികളാണ്. ഒരുപാട് അവസരങ്ങൾ ജനങ്ങൾ കൊടുത്തു. കേരളത്തിന് വികസനമാണ് BJP പറയുന്നത്, പുരോഗമനമാണ് പറയുന്നത്. അതിന് BJP ഈ രാജ്യത്തെ ജനങ്ങളെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ 2 റൗണ്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ജനങ്ങൾക്ക്, നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോദ്യങ്ങളായി ചോദിക്കണം. അതുപോലെ തന്നെ അസഭ്യമായ പദപ്രയോഗങ്ങളോ മറ്റും പാടില്ല. വളരെ ജനാധിപത്യപരമായ നിലയിൽ 3 പ്രതിനിധികളോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ചോദ്യങ്ങളാവണം. ആദ്യം ഇവിടെ തുടങ്ങും. LDF-ന്റെ പ്രതിനിധി അഫ്സലിനോടാണ് ചോദ്യം. ഇവിടെ ശ്രീരാമകൃഷ്ണന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുവാൻ എന്തുകൊണ്ട് LDF-ന് കഴിയുന്നില്ല? ഇവരുടെ ലീഡേഴ്സ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെയും എടക്കര റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരുടെയൊക്കെ വീട്ടിലിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന SFI-യിലെയും DYFI-യിലെയും പ്രവർത്തിക്കുന്ന ഭാവിയിലെ തലമുറക്കിനോട് മത്സരിക്കാൻ കഴിയില്ലേ? ഇവിടെ എന്നും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ? എന്തുകൊണ്ട് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് CPM-ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുവാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണോ? ശരി, കുഞ്ഞാലിയുടെ മണ്ണിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ലേ നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദ്യം. ധൈര്യമുള്ള ഒരു മറുപടി കൊടുക്കാം. 1957-ൽ EMS-ന്റെ സർക്കാർ വന്ന കാലം മുതൽ, ആ സമയത്തെ തെരഞ്ഞെടുപ്പ് മുതൽ വലതുപക്ഷം ചോദിക്കുന്ന ചോദ്യമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ല എന്നുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചോദിച്ച് ജയിച്ച MLA-മാരാണ് സഖാവ് പിണറായി വിജയനെ അവിടെ മുഖ്യമന്ത്രിയാക്കി ഇരുത്തിയിട്ടുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കാര്യം 57-ൽ മുണ്ടശ്ശേരി മാഷ് മത്സരിച്ച് സ്വതന്ത്രനായിട്ടാ. അത് ലീഗർക്ക് അറിയാത്ത പ്രശ്നം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് സ്വതന്ത്രന്മാരെ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്, പോസ്റ്റ് സ്വതന്ത്ര പരീക്ഷിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കോട്ട കൊത്തളങ്ങളെ, കോണിക്കും കൈപ്പത്തിക്കും മാത്രം വോട്ട് ചെയ്ത് പരിചയമുള്ള ജനങ്ങളെ മാറ്റി ചിന്തിക്കാൻ വേണ്ടി ഇനിയും വേണമെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പരീക്ഷിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നേരത്തെ ഇവിടെ KSRTC ഡിപ്പോയുടെ കാര്യം പറഞ്ഞു, ഇവിടെ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു. ബൈപ്പാസിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, KSRTC ഡിപ്പോ വരും. ഇവിടെ എന്തായിരുന്നു ആര്യാടൻ മുഹമ്മദ് MLA ആകുമ്പോൾ ഇവിടെ UDF എന്താ ചെയ്തത്? UDF-ന്റെ MLA-മാരുടെ കാലത്ത് ഇവിടെ എന്തുകൊണ്ട് ബൈപ്പാസ് വന്നില്ല? ഇവിടെ എത്ര പതിറ്റാണ്ട് കാലം UDF പ്രതിനിധീകരിച്ചു? ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇവിടെ എങ്ങനെയാണ് UDF-ന്റെ പ്രതിനിധികൾ ഒരു ചർച്ചയിൽ വന്ന് പച്ചക്കള്ളം പറയാനുള്ള ഉദാഹരണമാണ് ഇവിടെ നേരത്തെ ശ്രീ TP അർഷദി പറഞ്ഞത്. സുജിത് ദാസ് രാജിവെച്ചു, അജിത് കുമാർ സസ്പെൻഷനിലായി എന്നാണ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞിട്ടില്ല. സുജിത് ദാസ് രാജിവെച്ചതും അജിത് കുമാർ സസ്പെൻഷനിലായതും കേരളക്കാർ അറിഞ്ഞിട്ടില്ല. അപ്പൊ വായിൽ തോന്നിയത് പാട്ടുപാടുന്ന സ്വഭാവമാണ് എല്ലാ ചർച്ചയിലും എല്ലാ സംവാദവേദികളിലും UDF-കാർ ഉന്നയിക്കാറുള്ളത്. അല്ല ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ കേൾക്കുന്നത് എന്താ? ജനങ്ങളാണത് കേൾക്കുന്നത്. തിരുത്തണ്ടേ? എന്നില്ല അപ്പോൾ നിങ്ങൾ തിരുത്തണ്ടേ? ഇവിടെ CJP എന്നൊക്കെ പറഞ്ഞു, പുതിയ പദപ്രയോഗമാണ്. ഇവിടെ ഈ കോൺഗ്രസ് ലീഗ് ഇരു വർഗീയതയെയും കെട്ടിപ്പുണരുകയാണ്. ഇവിടെ പാലക്കാട് UDF-ന്റെ സ്ഥാനത്ത് വിജയിച്ചപ്പോ ആദ്യം പ്രകടനം നടത്തിയാരാ? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വലിയ ചരിത്രമുള്ള പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് ലോക ചരിത്രത്തിൽ. ആ പേരുപയോഗിച്ച് വർഗീയത പറയുന്ന SDPI അല്ലേ? ഈ RSS-ഉമായിട്ടുള്ള ബന്ധം പറയണോ? വടകരയിലും ബേപ്പൂരിലെയും ചരിത്രം പറയണോ? ആവർത്തിക്കണോ? അങ്ങനെ ഒരു ചരിത്രം CPM-നെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുണ്ടോ? ഇവിടെ കോൺഗ്രസ് തൃശ്ശൂരിലെ തോൽവി 80,000 വോട്ട് ചോർന്നിട്ടും
UDF-കാർ പ്രചരിപ്പിക്കുകയാണ് തൃശ്ശൂരിൽ BJP വിജയിപ്പിച്ചത് CPI LDF ആണെന്നുള്ളത്. 80,000 വോട്ടോടെ പോയി. കോൺഗ്രസ് ഈ തോൽവിയെ അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ റിപ്പോർട്ട് എവിടെ പോയി? നിങ്ങൾ ഉത്തരം പറ. അപ്പൊ തൃശ്ശൂരിൽ BJP വിജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ്. ഒരു വർഷമായിട്ടും ആ കമ്മീഷന്റെ റിപ്പോർട്ടോ അതിന് പുറത്തുള്ള നടപടിയോ എന്തുകൊണ്ട് വരുന്നില്ല? ശരി, ഓക്കെ. കൂടുതൽ ചോദ്യങ്ങൾ ആരോടാ? ബഹുമാനനായ LDF പ്രതിനിധി ചോദിക്കാനുള്ളത്, ഇവിടെ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു. അതായത് കഴിഞ്ഞ UDF സർക്കാർ കൊണ്ടുവന്ന ബൈപ്പാസിൽ LDF സർക്കാർ വന്ന ഉടനെ തന്നെ അടുത്ത വർഷം തന്നെ കൊണ്ടുവരുമെന്ന ബൈപ്പാസ് റോഡിൽ നിലമ്പൂർ പാട്ടുത്സവവുമായിട്ട് ബന്ധപ്പെട്ട് പരിപാടി നടത്താമെന്നല്ല, വേറെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം നിലമ്പൂർ ബൈപ്പാസിനും നിലമ്പൂർ KSRTC ഡിപ്പോയ്ക്കും എന്താണ് ചെയ്തത്? എന്താണ് നിങ്ങൾ വന്നതിന് ശേഷം എന്താണ് അത് യാഥാർത്ഥ്യമാകാൻ സാധിച്ചത്? ഒന്ന് പറയോ? ശരി, നിലമ്പൂർ ബൈപ്പാസ് അഫ്സലെ. ഞാനൊരു ചോദ്യം അങ്ങോട്ട് പറഞ്ഞല്ലോ. എന്താണ് ആര്യാടൻ മുഹമ്മദ്? അദ്ദേഹം മരിച്ചുപോയി. ഇവിടെ UDF-ന്റെ MLA ആയിരുന്ന കാലത്ത് UDF-ന്റെ MLA നിലമ്പൂർ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു? എത്ര പതിറ്റാണ്ട് കാലം പ്രതിനിധീകരിച്ചു? 2 ടേമല്ലേ ഇടതുപക്ഷ MLA ആയത്? 2 ടേമല്ലേ ഇടതുപക്ഷ MLA ആയത്? അദ്ദേഹം പറഞ്ഞത് എന്താ? കഴിഞ്ഞ UDF സർക്കാർ ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ UDF സർക്കാർ കൊണ്ടുവന്ന ഫണ്ടിൽ നിലമ്പൂർ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് വികസനത്തിന്റെ ചെറിയ ഇതായി വന്നിട്ടുണ്ട്. നിങ്ങൾ അത് അടുത്ത വർഷം തന്നെ കൊണ്ടുവരുന്ന പറഞ്ഞത്, ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്ന പറഞ്ഞത്. നിങ്ങൾ വന്നതിന് ശേഷം എന്താണ് കൊണ്ടുവന്നത്? എത്ര ഫണ്ട് കൊണ്ടുവന്നു? ശരി, അതിനുള്ള മറുപടിയാണ്. പതിറ്റാണ്ടുകൾ ഭരിച്ച, പതിറ്റാണ്ടുകൾ മന്ത്രിയായി സേവിച്ച ഒരു വ്യക്തി നിലമ്പൂരിൽ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 9 കൊല്ലത്തിനിടക്ക് അല്ല, ഇവിടെ മാതൃഭൂമി ചർച്ച വെച്ചത് UDF-ന്റെ എന്തോ ഒരു പരിപാടി കഴിഞ്ഞ വേദിയിലാണ് ചർച്ച വെച്ചത്. അതുകൊണ്ട് നല്ലോണം UDF-കാരുണ്ട്, നല്ലോണം ഒറ്റ കാര്യം, കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് 1800 കോടി രൂപയുടെ വികസന പ്രവർത്തനം നിലമ്പൂരിൽ വന്നു. എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനം 30 കൊല്ലക്കാലം കൊണ്ട് ഇവിടെ UDF കൊണ്ടുവന്നു? ഒന്ന് പറയട്ടെ. 2011 മുതൽ എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇവിടെ അവസാനം UDF MLA പ്രതിനിധീകരിച്ചപ്പോ കൊണ്ടുവന്നു? ഇനി ബൈപ്പാസിന്റെ കാര്യം. ബൈപ്പാസിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ദേശീയപാത യാഥാർത്ഥ്യമാകുന്നത് പോലെ, ജയിൽ യാഥാർത്ഥ്യമാകുന്നത് പോലെ, ഇവിടെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നത് പോലെ നിലമ്പൂരിന്റെ സ്വപ്നവും ബൈപ്പാസും യാഥാർത്ഥ്യമാകും. ഒരു തർക്കമില്ല. ശരി, പറയൂ അഷ്റഫ് അലി, പറയൂ. 2016 UDF-ന്റെ മന്ത്രിസഭ അവസാനിക്കുന്ന സമയത്ത് 35 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി അവിടെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ആ ആളുകൾക്ക് അവിടെ സ്ഥലം അക്വിഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 1 രൂപ 9 വർഷമായി LDF അനുവദിച്ചിട്ടില്ല. ഓരോ ബഡ്ജറ്റിലും 100 കോടി, 2016 100 കോടി, 2017 200 കോടി, അവസാനം 220 കോടി ഇതാ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ അനുവദിച്ചു. അങ്ങനെ ഫ്ലെക്സ് ബോർഡുകളിൽ 1000 കോടി ക്ലബിൽ കയറിയ കേരളത്തിലെ ഏക വികസന പ്രൊജക്ട് നിലമ്പൂരിലേതാണ്. ഇതുവരെ അവർക്ക് പൂർത്തി ചെയ്യാൻ കഴിഞ്ഞില്ല. മറ്റൊന്നുകൂടി, നിലമ്പൂരിലെ MLA ആയിരുന്ന PV അൻവർ ആ പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരെ മുഴുവനും കൂട്ടി 2 ബസ്സിൽ പിണറായി വിജയനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതമനുഭവിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അതിന് പാര വെച്ചതാണ് ചന്തക്കുന്ന് ലോക്കൽ കമ്മിറ്റി CPM-ന്റെ സെക്രട്ടറി. പാർട്ടി എതിരാണ് ബൈപ്പാസിന്. ഇപ്പോഴും നിലമ്പൂർ ബൈപ്പാസ് നിലമ്പൂരിലെ ടൂറിസം ഫെസ്റ്റിവൽ നടത്താനുള്ള ഒരു ഗ്രൗണ്ട് മാത്രമായി കിടക്കുകയാണ്. 1 രൂപ ഇവർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഫ്ലെക്സിൽ 1000 രൂപ, ഒരു ടോക്കൺ 1 രൂപ എന്നല്ലാതെ. ഏത് ലോക്കൽ സെക്രട്ടറി? മറ്റൊന്നുകൂടി 450 കോടി രൂപ നാടുകാണുതൽ പരപ്പനങ്ങാടി വരെ. ലോക്കൽ സെക്രട്ടറി പേര് പറ. പരപ്പനങ്ങാടി വരെ 450 കോടി രൂപ UDF അനുവദിച്ചിട്ട് ഈ വഴിക്കടവ് മുതൽ ചുങ്കത്ര, നിലമ്പൂര് എല്ലാം വികസനം നടത്തേണ്ട ആ ഫണ്ട് വെട്ടിക്കുറച്ചവരാണ് ഇടതുപക്ഷം. ശേഷം നമുക്ക് ഓരോ വിഷയവും ചർച്ച ചെയ്യാം. ചെറിയൊരു ഇടവേള, ഷോർട്ട് ബ്രേക്ക്. നിലമ്പൂർ റോട്ടിന്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും നമ്മൾ എത്തുകയാണ്. ചൂടേറിയ ചർച്ച ആദ്യത്തെ പകുതിയിൽ തന്നെ നടന്നു കഴിഞ്ഞു. നിലമ്പൂർകാർക്ക് നിരവധി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ചോദിച്ചോളൂ. ആരോടാണ്?
ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടെ ഇടതുപക്ഷത്തോട് മാത്രമേ ചോദ്യമുള്ളൂ. അല്ല ഒറ്റ കാര്യം അല്ല, ഈ നിലമ്പൂരിന്റെ വികസന പ്രവർത്തനത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കേൾക്കാൻ പറ്റും, കാണാൻ പറ്റൂല. പിന്നെ കാണാൻ പറ്റുന്ന ഒരു ഫ്ലക്സ്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞില്ലേ, PV അൻവർ MLA ഈ CPM ഇടഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിലമ്പൂരിലെ വികസന പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ് എന്ന്. ജില്ലാ സെക്രട്ടറി പറഞ്ഞെന്താരോ PV അൻവറാണ് എന്ന്. അപ്പൊ വികസന പ്രവർത്തനം നടക്കില്ല എന്ന് വ്യക്തമല്ലേ? പിന്നെന്തിനാ തർക്കിക്കണത്? ശരി, പറയൂ അഫ്സൽ പറയൂ. ഇവിടെ അഭിലാഷ് ചോദിച്ചു ഇടതുപക്ഷത്തോട് മാത്രമേ ചോദ്യമുള്ളൂ. അത് സ്വാഭാവികമാണ്. ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഇവിടെ ഞാൻ വന്നപ്പോൾ UDFന്റെ ഒരുപാട് പേരുണ്ട് സംഘടിച്ച് നിൽക്കുന്നത്. എന്തോ പരിപാടി ഇവിടെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അഫ്സലിനോട് പറഞ്ഞാണ് പ്രവർത്തകരെ കൊണ്ടുവന്നത്. അങ്ങനെയല്ല, ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ആളെ കൂട്ടിയല്ല എന്റെ പണി. ഇവിടെ സ്വമേധയാ ഞാൻ വരാത്തായിരിക്കും നിങ്ങളെ അനുകൂലിക്കുന്നത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? അല്ല, അപ്പോ ഞാൻ ഇവിടെ അവരുടെ പരിപാടി സ്ഥലത്തൊരു ഇവിടെ ഒരു ചർച്ച വെച്ച് പിന്നെ ഇടതുപക്ഷത്തോട് മാത്രമേ ചോദ്യം ചോദിക്കുന്ന അർത്ഥമില്ല. ഞാൻ അത്ര പറഞ്ഞു. നിങ്ങൾ എത്രയും ചോദിച്ചോ മറുപടി ഞാൻ തരാം. മറ്റിവിടെ പറഞ്ഞ കാര്യം, ഇവിടെ വികസനമൊന്നുമില്ല, ബോർഡ് മാത്രമേ ഉള്ളൂ പരാതി. ഇവിടെ TP അഷ്റഫിൽ പറഞ്ഞ രാധാകൃഷ്ണൻ, അത് അദ്ദേഹത്തിന് വല്ല പാർട്ടി നേതാവുള്ള കാര്യം പരിശോധിക്കണം. എനിക്കറിയില്ല രാധാകൃഷ്ണനെ. വെറുതെ അങ്ങ് പറയാ ചന്തക്കുന്ന് ലോക്കൽ സെക്രട്ടറി രാധാകൃഷ്ണൻ. ഏത് രാധാകൃഷ്ണൻ? വെറുതെ കള്ളം പറയാ. ഇത് ചന്തക്കുന്നുകാർക്ക് അറിയോ? ഇവിടെ ചന്തക്കുന്ന് ലീഗുകാർക്ക് അറിയോ രാധാകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറിയെ? ശ്രീ TP അഷ്റഫിൽ ഞാൻ വീണ്ടും പറയാ, കള്ളം പറയാ. കള്ളം പറഞ്ഞ് ഒരു നൂറാവർത്തി പറഞ്ഞാൽ അത് സത്യമായി മാറുന്നില്ല. ആ പേര് മാറി, ഇപ്പൊ ആള് മാറി. രാധാകൃഷ്ണൻ മാറി ഹരിദാസനായി പോയി. ഇതാണ് മുസ്ലിം ലീഗ്, ഇതാണ് കോൺഗ്രസ്, ഇതാണ് മുസ്ലിം ലീഗ്, ഇതാണ് കോൺഗ്രസ്. അല്ല, ഞങ്ങളെ പാർട്ടിയില് ഇവിടെ പത്മാക്ഷനുണ്ട്, ഇവിടെ മോഹനുണ്ട്, ഇവിടെ ഷബീറുണ്ട്, ഇവിടെ രവിയുണ്ട്, തിരൂര് ഞാൻ അഫ്സലുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്, ലക്ഷക്കണക്കിന് പേരുണ്ട്. രാധാകൃഷ്ണൻ അവിടെ പോയി. എനിക്ക് പറ്റിയ ഒരു ഫാക്ച്വൽ എറർ ഞാൻ തിരുത്തുന്നു, സമ്മതിച്ചു. ലോക്കൽ സെക്രട്ടറിയുടെ പേര് രാധാകൃഷ്ണൻ അല്ല ഹരിദാസനാണ്. അങ്ങനെ ലോക്കൽ സെക്രട്ടറി ഇതാണ് ലീഗ്. അത് പറയട്ടെ, അങ്ങനെ പറഞ്ഞു പേര് മാറി ഹരിദാസൻ ചോദിക്കുമ്പോ ശരി ഹരിദാസ് എന്ന സെക്രട്ടറി ഉണ്ടോ? അതിന് പറയൂ. ഹരിദാസ് എന്ന ലോക്കൽ സെക്രട്ടറി നിലമ്പൂരിൽ CPM-നുണ്ടോ ഇല്ലയോ? അതിന്റെ മറുപടി ശരി, അതല്ല മറുപടി. ഒരു കാര്യം പറയുമ്പോ പറഞ്ഞു പോണ്ടേ? അപ്പൊ എന്താ മറുപടി? അല്ല, ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുകയാണെങ്കിൽ പിന്നെ അതിനെ നേരിടേണ്ടുള്ളൂ. ഇവിടെ വികസനം ഫ്ലക്സിൽ മാത്രമുള്ളൂ പറഞ്ഞു. ചില കാര്യങ്ങൾ വായിക്കാം. എടക്കര മടുത റോഡ് 12 കോടി ആരാ നവീകരിച്ചത്? പാലാട് മാമാങ്കർ റോഡ് 7 കോടി ആര് ചെയ്തു? പഴിക്കടവ് ചക്കപ്പാട് റോഡ് 4.5 കോടി ആര് ചെയ്തു? ചുങ്കത്തറ സുൽത്താൻപടി റോഡ് 5 കോടി ആര് ചെയ്തു? ഇങ്ങനെ 23 റോഡുകളായി 290 കോടി 75 ലക്ഷം ഇവിടെ ഇടതുപക്ഷം നടത്തിയ വികസന. മാത്രമല്ല ശ്രീ TP അഷ്റഫ് അലി പഴയ MSF നേതാവാണല്ലോ. ശ്രീ TP അഷ്റഫ് അലി ഈ നിലമ്പൂരിൽ MSFന്റെ പ്രവർത്തനമായി പോകുമ്പോ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖല അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. 5 കോടിയുടെ ബിൽഡിംഗ്, 3 കോടി ബിൽഡിംഗ്, 1 കോടി ബിൽഡിംഗ്. പാഠപുസ്തകം എത്താത്ത കാലത്ത് ഓണം നേരത്തെ എത്തിയെന്ന് പറഞ്ഞ ഭൂതകാലം കേരളത്തിനും നിലമ്പൂരിനും ഇനിയില്ല. ഇനി ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ സുവർണകാലമാണ്. ശരി, BJP-യുടെ കൂടെ അഭിപ്രായം നമ്മൾ കേട്ടിട്ട് കുറച്ചു നേരമായി, പറഞ്ഞോളൂ. ഇവര് തമ്മിൽ ഇങ്ങനെ കടിച്ചു കയറുന്നത് കണ്ടാൽ ഇവരിവിടെ വലിയ ശത്രുക്കളെ പോലെയാണ് ഇവിടെ സംസാരിക്കുന്നത്. പക്ഷേ 2 രാഷ്ട്രീയ പാർട്ടികളും ഞാൻ പറയട്ടെ, 2 രാഷ്ട്രീയ പാർട്ടികളും
ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ വികസനം, നിലമ്പൂരിന്റെ വികസന കാര്യത്തിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നു. കൃത്യമായിട്ടുള്ള വികസനത്തെക്കുറിച്ച് ഇടതുപക്ഷ പ്രതിനിധിക്കോ അല്ലെങ്കിൽ ഐക്യ മുന്നണിയുടെ പ്രതിനിധിക്കോ പറയാൻ പറ്റുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആര്യാടൻ മുഹമ്മദ് ഒരുപാട് കാലം ഇവിടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഇവിടെ ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നോ? ഗവൺമെന്റ് കോളേജില്ല, ഇപ്പോഴും ഗവൺമെന്റ് കോളേജില്ല. ഇടതുപക്ഷം ഇവിടെ 9 വർഷക്കാലം PV അൻവർ വന്നു, ഇവിടെ ഗവൺമെന്റ് കോളേജില്ല. നേരത്തെ പറഞ്ഞു ഇവിടെ ബൈപ്പാസിന് സ്ഥലമെടുത്തു UDF എന്ന്. ആ ബൈപ്പാസ് ഇവിടെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിലമ്പൂർ പോലെയുള്ള വലിയൊരു പട്ടണം, ഈ പട്ടണത്തിൽ ഒരു ബൈപ്പാസ് ഇതുവരെ ഇല്ലാത്തതിന് ഈ രണ്ട് മുന്നണികളും കാരണക്കാരാണ്. ഇപ്പൊ ഇവിടെ നടക്കുന്നത് അൻവറിനെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് രണ്ട് മുന്നണി നടത്തുന്നത്. ഒരു മുന്നണി അൻവർ പറഞ്ഞ പഴയ കാര്യങ്ങൾ എടുത്തു പറയുകയും പുതിയ കാര്യങ്ങൾ എതിർക്കുകയും ചെയ്യുക. ഒരു മുന്നണി അൻവർ പറഞ്ഞ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുക. ഞങ്ങൾ പറയുന്നത് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക്, നിലമ്പൂരിലെ സാധാരണക്കാരനായ ആളുകൾക്ക് വികസനം എത്തണമെങ്കിൽ ഈ രണ്ട് മുന്നണികളും ഇവിടെ നിന്ന് മാറേണ്ടത് അത്യാവശ്യമാണ്. ഈ രണ്ട് മുന്നണികളെയും മാറേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറയട്ടെ, സ്ഥാനാർത്ഥി BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥിയുണ്ട്. ഇവിടെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലല്ലോ. ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. ഇവിടെ സിറ്റിംഗ് MLAയുടെ പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. BJP സിറ്റിംഗ് MLAയുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കരുത്. 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ആ 2-ാം തീയതിക്കകത്ത് ഇവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇവിടെ BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും. ആ കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം പറയട്ടെ, UDFന്റെ ആളുകൾ ഇന്ന് ഈ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ട് വലയുകയാണ്. ഇവിടെ സംഘടിച്ച് കുറെ സ്ഥലങ്ങളിൽ ആളുകൾ വന്നിട്ടുണ്ട്. ഈ UDFന്റെ പുതിയ സ്ഥാനാർത്ഥിക്ക്, ഇപ്പൊ ഇവിടെ UDF മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക്, ആ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരുടെ ജനങ്ങളുടെ മനസ്സിൽ യാതൊരു സ്ഥാനവുമില്ലെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഇവരുടെ ഇപ്പൊ തോഴനായി നടക്കുന്ന PV അൻവറാ പറഞ്ഞത്. വ്യക്തിപരമായി ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. PV അൻവറാണ് പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിൽ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് സ്ഥാനമില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തീരുമാനിക്ക്, ഈ PV അൻവറിനെ ആരാണ് പേറുന്നത്? PV അൻവറിന് UDF ആണോ LDF ആണോ പേറുന്നത്? അതോ ഈ രാജ്യത്തെ സാധാരണക്കാരെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയം, ഒരു വികസന രാഷ്ട്രീയമാണോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടത് എന്ന് ജനങ്ങൾ ഒരു ഇടവേള കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം എല്ലാ ചോദ്യങ്ങൾക്കും അവർ ഉത്തരം തരും. ഇടവേള. നമ്മൾ ചർച്ച പുനരാരംഭിക്കുകയാണ്. വനിതകളുണ്ട്. എന്തോ പറയാനുണ്ടല്ലോ, എന്താ? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഞങ്ങളൊക്കെ വളരെ പൊറുതിമുട്ടിയാണ് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞുകൂടുന്നത്. യാതൊരുവിധ വികസനവും സ്ത്രീ ജനങ്ങൾക്കോ കുട്ടികൾക്കോ കിട്ടുന്ന കാര്യങ്ങളിലൊന്നും സർക്കാരിൻ്റെ ഇടപെടൽ ഈ ഭാഗത്തേക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ മുമ്പുണ്ടായിരുന്നു UDF ഭരിച്ചിരുന്ന കാലത്ത് ശ്രീമാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ സമയത്ത് ഒട്ടനവധി വികസനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചതാണ്, പഞ്ചായത്തുകളിലും മറ്റും. ഇന്ന് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. റേഷൻ അരി പോലുമില്ല. ധൈര്യമുണ്ടെങ്കിൽ CPM ഇവിടെ ചിഹ്നത്തിൽ മത്സരിക്കട്ടെ. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് അവർക്ക് ചിഹ്നമില്ല. ഓട്ടോറിക്ഷ, അതുപോലെ കണ്ണട, ഇതൊക്കെ കൊണ്ടാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നത്. പക്ഷേ ചിഹ്നമില്ലാതെ മത്സരത്തിൽ ജയിച്ചു 2 തവണ. അത് അവരുടെ കുതന്ത്രം കാരണമാണ് ജയിച്ചിട്ടുള്ളത്. കൂടുതൽ ചോദ്യം. ഇവിടെ എന്തോ ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ 2016 CPM ഇടതുപക്ഷം നിലമ്പൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ ചോദിച്ച 2 ചോദ്യങ്ങളാണ്. എവിടെയാണ് ഗവൺമെന്റ് കോളേജ്, എവിടെയാണ് ബൈപ്പാസ് എന്ന്. അതിന്റെ പേരിൽ ആര്യാടന്റെ തറവാട് മാന്താനൊക്കെ ഒരുപാട് തുനിഞ്ഞിട്ടുണ്ട്. ഇതേ ചോദ്യം 2025 ഇതേ CPMനോട് LDFനോട് ചോദിക്കുന്നു, എവിടെയാണ് ബൈപ്പാസ്, എവിടെയാണ് നിലമ്പൂർ കോളേജ്? ശരി, ഒറ്റ ചോദ്യം കൂടെ എടുത്തിട്ട്. LDFന്റെ പ്രതിനിധിയോടാണ്. LDFന്റെ പ്രതിനിധി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നതെന്ന്. കഴിഞ്ഞ 9 വർഷമായിട്ട് നിലമ്പൂരുകാർ കാണുന്നത് നിങ്ങളെ മാത്രമാണ്. നിങ്ങളുടെ വികസനം എവിടെ എന്നുള്ളതാണ് ഈ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ചോദിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ വളർന്നു വരുന്ന തലമുറകളാണ്. 3 വർഷം PSCക്ക് ഇരുന്ന് എഴുതി ലിസ്റ്റിലൊക്കെ വന്നു. പക്ഷേ അവിടെ ചെന്ന് ശയനപ്രദർശനം ചെയ്യാനോ കയ്യിൽ കർപ്പൂരം കത്തിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് വീട്ടിൽ ലോൺ എടുത്തിട്ട് വിദേശത്ത് പോയി. ഇപ്പോൾ വിദേശത്താണ്, കിട്ടിയ ഗ്യാപ്പിൽ വന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പറയാം ഞാൻ POന്റെ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ ആംഡ് പോലീസിൽ എഴുതിയിട്ടുണ്ട്. വിളി വരുന്നില്ല.
എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഗ്രാജുവേറ്റ് ആണ്. എഞ്ചിനീയറിംഗ് 2019 റാങ്ക് ലിസ്റ്റിലുണ്ട്. ഇപ്പൊ ഓർമ്മയില്ല. കഴിഞ്ഞു ഞാൻ അത് എഴുതി കഴിഞ്ഞ 6 വർഷം കഴിഞ്ഞു. ഞാനിപ്പോ വിദേശത്താണ്. ഉണ്ടായിരുന്നു, ലിസ്റ്റിലുണ്ടായിരുന്നു. അല്ല, ഞാൻ വേറെ കാര്യം പറയാം. എന്റെ ലിസ്റ്റ് വിടും. ഞാൻ എഴുതിയിട്ട് 5-6 വർഷമായി. ഉണ്ടായിരുന്നു. ഞാൻ നോണ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നോക്കാം. ശരി, ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, മൺമറഞ്ഞു പോയ ശ്രീ ആര്യാടൻ മുഹമ്മദിന് ശേഷം എന്ത് വന്നു ചോദിച്ചു. ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയതാണ് നിലമ്പൂരിലെ KSRTC ബസ് സ്റ്റാൻഡ്. അതിനുശേഷം അവിടെ എന്ത് നടന്നു അത് ഇന്നും അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. 9 വർഷം. പിന്നെ ഒറ്റ കാര്യം കൂടി, നിലമ്പൂരിന്റെ ബ്രാൻഡാണ് ആര്യാടൻ എന്നുള്ള പേര്. കഴിഞ്ഞ 9 വർഷം എന്തോ പോയി. പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ ഈ കാറ്റിൽ ഇപ്പോഴും ആര്യാടൻ എന്നുള്ളതുകൊണ്ട് ഈ ആര്യാടനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി, സ്വന്തം ചിഹ്നത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്വന്തം ചിഹ്നം കുറെ തവണ ചോദ്യം വന്നു, അതിനുള്ള ഉത്തരം ചിഹ്നം ഞാൻ മറുപടി പറഞ്ഞ കാര്യമാണ്. സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കേണ്ടടുത്ത് ഞങ്ങൾ മത്സരിക്കും. സ്വാതന്ത്ര്യം നിർത്താൻ വേണ്ടി തീരുമാനിച്ചാൽ അതും ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ ഇന്റേണൽ മാറ്റർ, ഞങ്ങളത് ചെയ്തോളാം. ഇവിടെ ആദ്യം ഇന്നലെ ഇപ്പോൾ ഞാൻ ശ്രീ VS ജോയിയുടെ വാർത്താസമ്മേളനം കണ്ടു. എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, രാഷ്ട്രീയമൊന്നുമില്ല, സുഹൃത്ത് എനിക്ക് അയച്ചെന്നത്, ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു ഇന്ത്യൻ പ്രണയകഥയിലെ ഫഹദ് ഫാസിലിന്റെ അവസ്ഥയാണെന്നാണ്. മുഖത്ത് ചോരയില്ല, മുഖത്ത് ആകെ പ്രശ്നം, കാണുന്നവർക്കെല്ലാം മനസ്സിലാകും ഉള്ളിലാകെ പ്രയാസമാണെന്നുള്ളത്. ഈ അവസ്ഥ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകില്ല. പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി പത്തരമാറ്റുള്ള സ്ഥാനാർത്ഥിയായിരിക്കും. ഇനി മറുപടി വേണ്ടേ? മറുപടി പറയാം. അല്ല, ഇദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ പറയാം. 3 ചോദ്യം, ഉത്തരം പറയട്ടെ. PSCയുടെ നിയമനത്തെ പറ്റി പറഞ്ഞു. അദ്ദേഹം ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിൽ അത് പരിശോധിക്കാം. ഇവിടെ കഴിഞ്ഞ ഞാൻ പറഞ്ഞോട്ടെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒഫീഷ്യൽ കണക്ക് വന്നു. ഈ രാജ്യത്താകമാനം നടന്ന PSC നിയമനങ്ങളുടെ 55% നടന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ്. നിങ്ങൾ പറഞ്ഞ കളവാവോ? നിങ്ങൾ സത്യം പറ. ഞാൻ കണക്ക് പറയാം. കഴിഞ്ഞ 2024 കണക്ക് പ്രകാരം 2,68,949 പേർക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നിയമനം നൽകിയത് പിണറായി വിജയന്റെ സർക്കാരാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോ എത്ര നൽകി? കണക്ക് പറ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോ എത്ര നൽകി? ഇവിടെ ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ പ്രവർത്തിയായ സഹോദരി ഒരു ആശങ്ക ഉന്നയിച്ചു. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, ഞങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ വീടില്ലാതെ അലയുന്ന, മഴ പെയ്താൽ മഴ കൊണ്ടിരുന്ന, നല്ല വെയിലേറ്റ് കിടന്നിരുന്ന മനുഷ്യർക്ക് കയറി കിടക്കാൻ 2500ഓളം പേർക്ക് കൂര നൽകിയത് ഇടതുപക്ഷമാണ്. ഈ മണ്ഡലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പേര് മാറ്റി സ്വന്തം പദ്ധതികളാക്കുന്ന തട്ടിപ്പാണ് ഈ നടക്കുന്നത്. ഇതുവരെ ദേശീയപാത അവരുതായിരുന്നു. ഇപ്പൊ ദേശീയപാത മോഡിയുടേതാണ് സംബന്ധിച്ചു. ഈ വീടുകൾ കെട്ടിക്കൊടുത്തത്, വീടുകളൊക്കെ കെട്ടിക്കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പേര് മാറ്റി ഇവിടെ പുതിയ കുപ്പായമിട്ട് ഇറക്കുന്ന പദ്ധതിയാണ് ഇവർക്ക്. അല്ലാതെ സഹോദരൻ, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജോലി കിട്ടണം, നേതാക്കന്മാരെ ബന്ധുക്കൾക്ക് ജോലി കിട്ടും. CPM DYFIക്കാർക്കും SFIക്കാർക്കും പരീക്ഷ എഴുതാതെ ഈ രാജ്യത്ത് റാങ്ക് ലിസ്റ്റിൽ വരാം. നിങ്ങളിപ്പോ റാങ്ക് ലിസ്റ്റ് ചോദിച്ചല്ലോ, നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ചോദിച്ചു. പക്ഷേ ഇവരുടെ നേതാക്കന്മാർ പരീക്ഷ എഴുതാതെ റാങ്ക് ലിസ്റ്റ് ഈ രാജ്യത്ത് ഇത്രയും വലിയ അരാജകത്വമുണ്ടായിട്ടുള്ള ഒരു ഭരണമാണ് പിണറായി വിജയൻ. ഈ ഭരണത്തെ കുറിച്ചാണ് ഇപ്പോ ഇവിടെ ക്ഷേമ പദ്ധതി നടത്തി ഇത് നടത്തി എന്ന് പറയുന്നത്. ഈ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളൊക്കെ തന്നെ അതൊക്കെ തന്നെ പേര് മാറ്റി രാജ്യത്തെ ജനങ്ങൾക്ക് കേരള പദ്ധതിയാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ. അല്ലാതെ ഒരു പരിപാടിയുമില്ല, പരിപാടിയും ഇവിടെയില്ല. ഇവിടെ കടം വാങ്ങുക, കടം വാങ്ങിയ പണം കൊണ്ട് വലിയ കാറ് വാങ്ങുക, മരുമകനും അമ്മായിയപ്പനും അതുകൊണ്ട് ദൂർത്തടിക്കുക എന്നല്ലാതെ ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി ഒരു വികസനവും ഈ രാഷ്ട്രീയ പാർട്ടി അധികാരം സ്വന്തം
നോക്ക് നിങ്ങള് ഞാൻ മറുപടി പറയട്ടെ. 10 വർഷക്കാലം ഇന്ത്യ രാജ്യം കണ്ടില്ലേ? കോൺഗ്രസ്സുകാർ കരിയിറങ്ങി കാണിച്ചു. നരേന്ദ്രമോദി ഭരിച്ചപ്പോ ഇന്ത്യ രാജ്യം ലോക രാജ്യത്ത് സാമ്പത്തിക ശക്തിയായി മാറ്റി. അത് രാജ്യത്തെ അഴിമതിയില്ലാത്ത വികസനം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി BJP. കേരള ഗവൺമെന്റ്, കേരള സർക്കാർ ഒരു സാധനവും ഈ രാജ്യത്ത് കിട്ടില്ല. ആശാവർക്കർമാർ സമരത്തിലാണ്. ഇവിടെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനെ കുറിച്ച് ഇവിടെ ചോദ്യം ചോദിച്ചിട്ട് അഫ്സലിന് പറയാൻ മറുപടി പറയാം. എനിക്ക് അഫ്സല് SFI നേതാവാണ്. നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് എവിടെയാണെന്നുള്ളതിന് അഫ്സലിന് ഉത്തരവില്ല. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നിയോജക മണ്ഡലങ്ങളിൽ ഗവൺമെന്റ് കോളേജ് ഇല്ലാത്ത കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്ക് ഗവൺമെന്റ് കോളേജ് അനുവദിച്ചു. സ്കൂളിൽ വന്നിട്ടുള്ള എല്ലാ അവിടെ സ്ഥലമേറ്റെടുത്തു. അവിടെ കൊണ്ടോട്ടിയിൽ നിലമ്പൂരിൽ വരെ വന്നിട്ടില്ല. സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. 9 വർഷമായി വാടക കെട്ടിടത്തിലാണ് പൂക്കോട്ടുപാടത്ത് നിലമ്പൂരിൽ പൂക്കോട്ടുപാടത്ത് ഈ വിധത്തിലാണ് അവർക്ക് ഈ നിലമ്പൂരിൽ ആ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയ പരാജയമാണ്. ഗവൺമെന്റ് കോളേജ് എവിടെ? UDF അനുവദിച്ചെങ്കിൽ, ഉമ്മൻചാണ്ടി അനുവദിച്ചെങ്കിൽ നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജ് എവിടെ? ബിജെപിയുടെ പ്രതിനിധിയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല. അവരെ സ്ഥാനാർത്ഥി നാളെ അവർ പ്രഖ്യാപിക്കും. പിന്നെ ഗവൺമെന്റ് കോളേജിന് ഗവൺമെന്റ് കോളേജിന് 9 വർഷം മുമ്പ് ഇവിടെ സ്ഥലം കണ്ടെത്തി അതിന് ഓഫീസ് വരെ തുടങ്ങിയതാ. ഭരണം മാറിയിട്ട് നേരെ മാനവേദൻ ഹൈസ്കൂളില് വരെ അവർ കൊണ്ടുപോയി. ഇടതുപക്ഷം വന്നു. ഇടതുപക്ഷം അമരമ്പലത്തേക്ക് കൊണ്ടുപോയി. ആ അമരമ്പലത്ത് കൊണ്ടുപോയിട്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നിലമ്പൂർ വാടക കെട്ടിടത്തിലാണ് കോളേജ് നടക്കുന്നത്. പിന്നെ ഈ ഹരിദാസിന് രാധാകൃഷ്ണൻ ഒന്നും ചിലപ്പോൾ മൂപ്പർക്ക് അറിയില്ല. എന്താ കാരണം അറിയോ? ജനങ്ങളിടയ്ക്ക് ഇറങ്ങിയാൽ നിങ്ങളെ ലോക്കൽ സെക്രട്ടറിമാരെ ഞങ്ങൾക്ക് അറിയുള്ളൂ. അല്ലാതെ TP അസ്രമലിക്ക് ചിലപ്പോൾ നിങ്ങളെ ലോക്കൽ സെക്രട്ടറിമാരെ അറിയാൻ സാധ്യതയില്ല. ജനങ്ങളിടയ്ക്ക് ഇറങ്ങണം. ഈ നിലമ്പൂർ ടൗണിൽ ഒരു സൗന്ദര്യവൽക്കരണം എന്നുള്ള പേരിൽ റോഡ് പണി നടത്തി. ഒരു പ്രതിഷേധം വന്നതിന് ശേഷമാണ് അവിടെ ഒരു വഴിയായത്. അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ പോയി നോക്കണം. നിലമ്പൂർ ടൗണിന്റെ സൗന്ദര്യവൽക്കരണം എന്ന് പോയി കാണണമെങ്കിൽ. ശരി ഒരു തവണ ചോദിച്ചില്ലേ? ഒരു തിരുത്താണ്. ഈ അഫ്സൽ നേരത്തെ പറഞ്ഞൊരു കാര്യം, 18 മാസം ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുടങ്ങിയെന്നാണ്. അത് പച്ചക്കള്ളമാണ്. അവരുടെ പറയട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഇപ്പൊ ഈ ആൾ പറഞ്ഞു PSC ലിസ്റ്റിലുണ്ടോ, സത്യമാണോ ചോദിച്ചു. ഞാൻ ഇയാളോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ മന്ത്രി അന്നത്തെ തോമസ് ഐസക്ക് നിയമസഭയിൽ, അഭിലാഷിനും അറിയുമായിരിക്കും, നിയമസഭയിൽ അത് പറഞ്ഞത് 3 മാസം എന്നുള്ളതാണ്. അത് തോമസ് ഐസക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന് രേഖയുണ്ട്. ഞാൻ അഭിലാഷിനെ സാക്ഷിയെടുത്തുകൊണ്ട് ആ രേഖ അഫ്സലിന് കൈമാറും. അങ്ങനെയാണെങ്കിൽ അഫ്സൽ ആ പറഞ്ഞതിന് മാപ്പ് പറയുമോ? അല്ലെങ്കിൽ ഞാൻ അഫ്സലിനോട് മാപ്പ് പറയാനാണ്. ആ രേഖ കൊടുത്താൽ ആ രേഖ ഞങ്ങൾ കയ്യിൽ രേഖയും കൊണ്ടല്ല നടക്കാറ്. ഇപ്പോൾ ആ പ്രതിനിധിക്ക് ഒരു മിനിറ്റ്, നാടിന്റെ വികസനം പറയണമെങ്കിൽ മൊബൈൽ നോക്കി പായമ്പാട് റോഡ് 3 കോടി, റോഡ് ഞങ്ങളുടെ വികസനം ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഞങ്ങളുടെ തലച്ചോറിലുണ്ട്. അദ്ദേഹത്തിന്റെ പോലെ മൊബൈൽ എഴുതി വെക്കേണ്ട. ആ തോമസ് ഐസക്കിനെയാണ് അദ്ദേഹം എതിർത്ത് പറഞ്ഞിട്ടുള്ളത്. ആ എതിർത്ത് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ തോമസ് ഐസക്ക് പറയാൻ തെറ്റാണെന്ന് അദ്ദേഹം പറയണം. എന്താണ് എനിക്ക് അഫ്സലിനോട് ചോദിക്കാനുള്ളത്, ഇന്നത്തെ കാലത്ത് കടുവ ഇറങ്ങുന്ന വിഷയമാണ്. അപ്പൊ കടുവനെ കുറിച്ചത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ശരി, വന്യജീവി സംഘർഷം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഈ രേഖ ഇവരിങ്ങനെ ചർച്ചക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്ന കുറെ രേഖകളുണ്ട്. അല്ല ഞാൻ പറഞ്ഞോട്ടെ അഫ്സൽ പറയട്ടെ. ഉമ്മൻചാണ്ടി സർക്കാർ 2011 മുതൽ 16 വരെ കേരളം ഭരിച്ച കാലത്ത് 16-ൽ ഭരണമൊഴിഞ്ഞ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ല എന്ന് ഞാൻ മറുപടി പറയട്ടെ. ഭയപ്പെടല്ലേ. 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ല എന്ന് തെളിയിക്കുന്ന രേഖയുമായി നിങ്ങൾ വന്നാൽ സുഹൃത്തെ,
ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഒരു മിനിറ്റ്, തയ്യാറാണ്. നിലവിൽ കുടിശ്ശികയുണ്ടോ? ഒരു മിനിറ്റ്. നിലവിൽ പെൻഷൻ കുടിശ്ശികയുണ്ടോ? നിലവിൽ പെൻഷൻ കുടിശ്ശികയുണ്ടോ? 2 മാസം കുടിശ്ശികയുണ്ട്. 2 മാസം കുടിശ്ശികയുണ്ട്. വീട്ടിൽ പെൻഷൻ 5 മാസം കുടിശ്ശികയാണ്. വീട്ടിൽ പെൻഷൻ 5 മാസം കുടിശ്ശികയാണ്. അവിടെ പോയി ചോദിച്ചാൽ മതി. തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്കറിയില്ല. ഇനി പെൻഷന്റെ കാര്യം, ഇനി പെൻഷന്റെ കാര്യം 600 രൂപയാക്കി 18 മാസം നിങ്ങൾക്ക് 10,000 ആക്കാം. പകരം 5 മാസം കുടിശ്ശികയാണെങ്കിൽ 10,000 രൂപയാക്കാം. എന്താ കുഴപ്പം? 2 മാസം കുടിശ്ശിക കേന്ദ്ര ഗവൺമെന്റിന്റെ നയം മൂലം വന്നാണ്. അതറിയാം. അത് BJPയുടെ സമീപനമാണ്. ശരി, നിലമ്പൂരിലെ ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും ധാരണ ഉണ്ടാകും നിങ്ങൾ മുഖം കാട്ടി ഞാൻ ഭയപ്പെടുന്നുള്ളത്. അങ്ങനെ ഭയപ്പെടുന്ന ആളെ കേട്ടോ. അങ്ങനെ ഗസ്റ്റുകളൊന്നും കാണിക്കണ്ട. ഒരു ചോദ്യം, അങ്ങനൊന്നും കരുതണ്ട. ചോദ്യം ചോദിച്ചോ, മറുപടി തരാം. ചോദ്യം ചോദിച്ചോ. ഭയപ്പെടുത്താൻ ഇത് കണ്ണൂരല്ല, നിലമ്പൂരാണ്. രാഷ്ട്രീയം കൊണ്ട് ഭയപ്പെടുത്താൻ ഇത് കണ്ണൂരല്ല, ഇത് മതേതരത്വ മണ്ണായ നിലമ്പൂരാണ്. എല്ലാവർക്കും തുല്യമായി ബഹുമാനം കൊടുക്കുന്ന, എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും തുല്യമായി ബഹുമാനം കൊടുക്കുന്ന നിലമ്പൂരാണ്. ഇത് പിണറായി വിജയന്റെ കണ്ണൂരല്ല. പെൻഷന്റെ കാര്യം ഞങ്ങൾക്ക് അറിയണം. നിലവില് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് 5 മാസത്തെ പെൻഷൻ 2025 ജനുവരി മുതൽ 2020 ക്ഷേമ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, അതുപോലെ വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ അടക്കം, വാർദ്ധക്യ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികളിൽ പെൻഷൻ കൊടുക്കുന്ന 5 മാസത്തെ ജനുവരി മുതൽ ഈ ഓരോ ഇതിൽ പെൻഡിങ്ങിലാണുള്ളത്. 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക അത് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ഞാനൊരു ജനപ്രതിനിധിയാണ്. 2 മാസം. ഞാനൊരു ജനപ്രതിനിധിയാണ്. 5 മാസത്തെ പെൻഡിങ് ഉണ്ട്. 5 മാസം. 2 മാസം. ഈ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒരു ഇടവേള കൂടി ആവശ്യമുണ്ട്. ധാരാളം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. ഒരൊറ്റ ഇടവേളയ്ക്ക് കൂടി ശേഷം വരാം ബാക്കി. നമ്മൾ ചർച്ച പുനരാരംഭിക്കുകയാണ്. നിലമ്പൂരിൽ ഇപ്പോൾ തന്നെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി സമയമെടുക്കും ചൂടുപിടിക്കാൻ. ചൂടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അല്ല കൂടുതൽ ചോദ്യങ്ങൾ. എന്താണ് ചേട്ടന്റെ പ്രശ്നം? എന്താ അഭിലാഷേ, UPAയും NDAയും തമ്മിലുള്ള കേന്ദ്രത്തില് ഞങ്ങളോടൊക്കെ ഒരു അച്ചാധീൻ വരും പറഞ്ഞു BJPക്കാര്. അന്ന് പെട്രോളിന് ക്രൂഡ് ഓയിലിന് $127 ഇന്ന് 67 ഉള്ളൂ. ഇന്നത്തെ പെട്രോളിന്റെ നിലവാരം എന്താ വിലക്ക് പറയല്ലേ? സാധാരണക്കാരന്റെ കഴുത്തറുക്കല്ലേ BJPക്ക് അതിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ? ഞങ്ങളൊക്കെ വൻ പ്രതീക്ഷയിന് അച്ചാധീന്. ശരി, അച്ചാധീൻ ഇതിലൊരു മറുപടിയുണ്ട്. കാരണം ഈ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന നികുതി പണം, അത് GST വഴിയും അല്ലാതെയും കളക്ട് ചെയ്യുന്ന നികുതി പണം, ആ നികുതി പണം രാജ്യത്തെ ജനങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി, വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സർക്കാരാണ്. അല്ല, പറഞ്ഞേക്കൂ, കക്കൂസ് ഉണ്ടാക്കേണ്ട ആളുകൾക്ക് കക്കൂസ് വേണം, വീടുണ്ടാക്കേണ്ട ആളുകൾക്ക് വീട് വേണം, റോഡുള്ള ആളുകൾക്ക് റോഡ് വേണം, അല്ല വെള്ളം വേണ്ട ആളുകൾക്ക് വെള്ളം വേണം, വൈദ്യുതി വേണ്ട ആളുകൾക്ക് വൈദ്യുതി വേണം. നോക്കൂ, ഈ രാജ്യത്ത് നോക്കൂ, നിങ്ങൾ ഇത്രയും കാലം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രികൾ ഭരിച്ചപ്പോൾ ഇല്ലാത്തതിന്റെ എത്രയോ ഇരട്ടി വളർച്ച BJP രാജ്യത്ത് കഴിഞ്ഞ 11 വർഷം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രതിഷേധമില്ലേ? ശരി, എന്താണ് പറയണത് കേട്ടില്ല. പണ്ട് പെട്രോൾ വില കൂട്ടിയപ്പോ കാളവണ്ടി കൊണ്ട് പ്രതിഷേധം നടത്തിയ നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലോ, കോൺഗ്രസ് പാർട്ടി രാജ്യം ഭരിച്ചപ്പോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ഇവിടെ 10 ലക്ഷം കോടിയുടെ അഴിമതിയാണ് നടന്നത്. നരേന്ദ്രമോദി ഭരിച്ചിട്ട് 11 കൊല്ലമായി. 11 കൊല്ലം തികഞ്ഞു. 3 തവണ അധികാരത്തിൽ വന്നു. ആ സമയത്ത് 1 രൂപയുടെ അഴിമതി ഇല്ലാതെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോക രാജ്യങ്ങളിൽ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ ഭരിക്കാൻ ഇന്ത്യക്ക് വളരാൻ വേണ്ടി കഴിഞ്ഞു. നിങ്ങൾ പറയാൻ അനുവദിക്കൂ. പൂർണ്ണമായും രാജ്യത്തെ ജനങ്ങൾക്ക് വികസനം എന്താണ് എന്ന് അറിഞ്ഞത് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ്.
ട്രില്യൺ കോടി രൂപയാണ് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ GDP. ഈ GDP നിരക്കിനെ കുറിച്ച് മനസ്സിലാക്കും നിങ്ങൾ. ഈ വികസനം എന്ന് പറഞ്ഞാൽ അഴിമതിയില്ലാതെ സാധാരണക്കാരന് നിങ്ങൾ ഈ കാണുന്ന റോഡുകളുണ്ടല്ലോ, നിങ്ങൾ ഈ കൊടുത്ത വീടുകളുണ്ടല്ലോ, ഇവിടെ രാജ്യത്ത് പൈപ്പിൽ എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നു, എല്ലാ വീട്ടിലേക്കും കറണ്ട് എത്തിക്കുന്നു, എല്ലാ വീട്ടിലേക്കും വൈദ്യുതിയുടെ നിരക്ക് നോക്കൂ. BJP അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ BJP അധികാരത്തിൽ വന്നാൽ 50 രൂപക്ക് പെട്രോളും 50 രൂപക്ക് ഡീസലും കൊടുക്കുമെന്ന് പറഞ്ഞത് വെളിച്ചെണ്ണയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, കോൺഗ്രസ്സുകാരനല്ല. മൻമോഹൻ സിംഗ് 30 വാങ്ങിയ ഇന്ന് വാങ്ങുന്നത് 300 രൂപയ്ക്ക്. അദ്ദേഹം മരണപ്പെട്ടവരെ അദ്ദേഹത്തിനെതിരെ വികസന കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസനം നടത്തിയിട്ടുള്ള ഒരു കേന്ദ്ര ഭരണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കമുള്ള ആളുകൾക്ക് എല്ലാവർക്കും കർഷകരടക്കമുള്ള ആളുകൾ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നില്ലേ ആളുകൾ? 2000 മാസം കൂടുമ്പോ വാങ്ങുന്നില്ലേ? അതൊക്കെ രാജ്യത്തെ വികസനമാണ്. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ മേഖലയിലും കൃത്യമായ വികസനം നടത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ്. അതാർക്കും തന്നെ മറച്ചു വെക്കാൻ കഴിയില്ല. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നടപ്പാക്കാൻ BJP അധികാരത്തിൽ ചോദ്യം കേൾക്കൂ. ഈ കഴിഞ്ഞ വയനാട് വലിയൊരു ദുരന്തമുണ്ടായി. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് പറഞ്ഞു ഖജനാവിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട്. ആ അടിസ്ഥാനത്തിൽ 250 കോടി രൂപയാണ് ഏകദേശം ആയിക്കോട്ടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിയത്. എത്രയാണെങ്കിലും അതിൽ നിന്ന് എത്ര രൂപയാണ് അവിടുത്തെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് കൊടുത്തതെന്നും അവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുമൊക്കെ വീട് വരെ നിർമ്മിച്ചു നൽകാം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം എടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മുടക്കി അവിടുത്തെ ഒരു പാവപ്പെട്ടവർക്കൊരു വീട് പോലും ഇല്ലാത്ത രൂപത്തിലാക്കിയത് ഈ പിണറായി വിജയനും ശരി, പെട്ടെന്നൊരു ഉത്തരം നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനെങ്കിലും മറുപടി പറയാൻ സമ്മതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സത്യം പറയുമ്പോൾ ശബ്ദം ഉണ്ടാക്കാണ് പതിവ്. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. ക്ഷേമ പെൻഷന്റെ കാര്യം, ക്ഷേമ പെൻഷൻ 5 മാസം ഞാൻ മറുപടി പറഞ്ഞോളാം സുഹൃത്തെ. മുസ്ലിം ലീഗുകാരന്റെ കൽപ്പന പോലെ മറുപടി വരാൻ വേണ്ടി വന്നതല്ല ഞാനിവിടെ. ഞാൻ പറഞ്ഞോളാം. 5 മാസം കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പെൻഷൻ വാങ്ങുന്നവർ മനസ്സിലാക്കിക്കോളും. കഴിഞ്ഞ സാമ്പത്തിക വർഷം അദ്ദേഹം മുസ്ലിംകാരാണ്, അദ്ദേഹം പറയില്ലേ, കഴിഞ്ഞ സാമ്പത്തിക വർഷം 5 ഗഡു പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ 2 എണ്ണം കൊടുത്തു തീർത്തു. ഈ മെയ് മാസത്തിലെ പെൻഷന് കൂടെ മറ്റൊരു ഗഡു കൂടെ കൊടുക്കുന്നു. ഇനി 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ളൂ. 1600 രൂപ. 600 രൂപയുടെ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കിയ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി. മറക്കണ്ട. ഇനി അദ്ദേഹം ചോദിച്ചു, വയനാട് വലിയ ദുരന്തമുണ്ടായി. വയനാടിനുള്ള മറുപടി നമ്മൾ അവസാനിപ്പിക്കും. ഇവിടെ BJPയുടെ നേതാവ് ഇരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി വന്നു, ഫോട്ടോ എടുത്തു, കുട്ടിയെ കെട്ടിപ്പിടിച്ചു. അന്ന് PRD വകുപ്പിന് കൊടുത്ത PRD വകുപ്പിന് സഹോദര, ഈ വയനാടിലെ കണക്കുകൾ കൃത്യമായ കണക്കുകൾ ഈ രാജ്യത്ത് കൃത്യമായ കണക്കുകൾ നിങ്ങൾ നൽകിയോ? നിങ്ങൾ എത്ര കണക്ക് നൽകിയത്? എന്തൊക്കെ തട്ടിപ്പാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്? വയനാട് ദുരന്തം മുതലെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ കണക്കുകൾ കാണിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? അങ്ങനെ പറ്റിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ജനങ്ങൾക്ക് കിട്ടാൻ. നരേന്ദ്രമോദി എന്ത് നൽകി? അല്ല, ഞാൻ മറുപടി പറയട്ടെ. ശരി, ഓക്കെ, നമുക്ക് ഒരു നയാ പൈസ നൽകാനിട്ടും CMD അറപ്പിന് അപ്പുറത്തേക്കുള്ള പണം ഉൾപ്പെടെ ഉപയോഗിച്ച് അവിടെ ടൗൺഷിപ്പ് വരുന്നു. ദുരിതബാധിതർ അതിന്റെ കൂടെയുണ്ട്. ദിവസങ്ങളിലും തുടരും എന്ന് നമുക്ക് പറയാം.
എന്തായാലും ഇന്നത്തെ ചർച്ചയുടെ സമയം അവസാനിക്കുന്നു. ഇന്നത്തെ ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. നമുക്ക് വീണ്ടും കാണാം.